ഒരുപാട് നീണ്ട വരികളും നീണ്ട സമയം ഒക്കെ ചെലവഴിച്ചിട്ട് വേണം ഭഗവാനെ കാണാൻ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം പുതിയൊരു സംവിധാനം കൊണ്ടുവരികയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾക്കായിട്ട് വെള്ളമാണെങ്കിലും ചായ ആണെങ്കിലും ലഘുഭക്ഷണങ്ങളും തയ്യാറാക്കുന്നു എന്നും പറയപ്പെടുന്നു. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും നമുക്കറിയാം, എപ്പോൾ വരുമ്പോഴും കുറേ നേരം ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം ഭഗവാനെ തൊഴാൻ വേണ്ടി നിൽക്കാൻ അല്ലേ. ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു ദിവസം കണ്ണനൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂർ എത്തുക. ആ സമയത്ത് പല കാരണങ്ങളാൽ, ചിലപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ കാരണം ഒരുപാട് നീണ്ട വരികളും നീണ്ട സമയം ഒക്കെ ചെലവഴിച്ചിട്ട് വേണം ഭഗവാനെ കാണാൻ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം പുതിയൊരു സംവിധാനം കൊണ്ടുവരികയാണ്. അപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു സംവിധാനം, ഡിജിറ്റൽ സംവിധാനം കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ടോക്കൺ കിട്ടും ക്ഷേത്രത്തിൽ നിന്ന്. അതിൽ നിശ്ചിത സമയം കണക്കാക്കിയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് നേരത്തിന് വരികയാണെങ്കിൽ നമുക്ക് തിരക്കില്ലാതെ ഉള്ളിലോട്ട് തൊഴാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല 12ഓളം എന്താ പറയുക കൗണ്ടറുകൾ പുതിയതായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സംവിധാനം എല്ലാവർക്കും, ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിയിട്ട് ഭഗവാനെ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമം എല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് പുതിയൊരു ഡിജിറ്റൽ സംവിധാനം വരുന്നത്. ഗുരുവായൂർ ദേവസ്വം ക്യൂ കോംപ്ലക്സ് സംവിധാനം നിലവിൽ വരുന്നവരെ നമ്മുടെ ഈ ഫേസ് ആപ്പ് സംവിധാനം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യൂ കോംപ്ലക്സ് പദ്ധതി വളരെ സവിശേഷം നിറഞ്ഞതാണ്. ആധുനിക സൗകര്യങ്ങളും നൂതന ആശയങ്ങളൊക്കെ നിറഞ്ഞ ഭക്തർക്ക് ഒരുപാട് ആകർഷകമായ രീതിയിലുള്ളൊരു പദ്ധതിയാണ് കൊണ്ടുവരാൻ പോണത്. തെക്കേ നടയിൽ നിന്ന് ആരംഭിക്കുന്ന ക്യൂ കോംപ്ലക്സിൻ്റെ ഉൾഭാഗം വളരെ ആകർഷണ രീതിയിലാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും വഴിപാടുകളാണെങ്കിലും കൃഷ്ണനാട്ട കഥകളാണെങ്കിലും കൃഷ്ണൻ്റെ കഥകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിജിറ്റൽ ഡിസ്പ്ലേകൾ സ്ഥാപിക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾക്കായിട്ട് വെള്ളമാണെങ്കിലും ചായ ആണെങ്കിലും ലഘുഭക്ഷണങ്ങളും തയ്യാറാക്കുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഗുരുവായൂർ ദേവസ്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളോട് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ, പുതിയ മാറ്റങ്ങൾ ഗുരുവായൂർ ദേവസ്വം കൊണ്ടുവരുന്നുണ്ടെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ മാറ്റങ്ങൾക്കായിട്ട് നമുക്കും കാത്തിരിക്കാം. സുഖമായിട്ട് ഭഗവാനെ എല്ലാവർക്കും തൊഴാനും എല്ലാവർക്കും സന്തോഷത്തോടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ എല്ലാം വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.